അർജുനന്റെ വാക്കുകൾ സഞ്ജയൻ അതേപടി കൗരവസഭയിൽ പറഞ്ഞു. അത് കേട്ട് കൗരവസഭയാകെ സ്തംഭിച്ചുപോയി. അത്ഭുതവും കോപവും ഭയവും പശ്ചാത്താപവുമൊക്കെ സദസ്യരുടെ മുഖങ്ങളിൽ തെളിഞ്ഞു കണ്ടു. അർജുനൻ സഞ്ജയനോട് പറഞ്ഞ വാക്കുകളുടെ തീഷ്ണത ദുര്യോധനനെയും കൂട്ടാളികളെയും ഒരു നിമിഷം സ്തബ്ധരാക്കി കളഞ്ഞു എന്നതാണ് സത്യം. ആർക്കും ഒന്നും പറയുവാൻ സാധിക്കാതെ കൗരവസഭ മുഴുവൻ നിശബ്ദമായിപ്പോയി. പിന്നീട് ഭീഷ്മപിതാമഹൻ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു: ഉണ്ണി ദുര്യോധന, സഞ്ജയൻ പറഞ്ഞതെല്ലാം നീ കേട്ടുവല്ലോ. ദേവന്മാർക്കോ അസുരന്മാർക്കോ ആർക്കും പാണ്ഡവരെ ജയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉണ്ണി, യുദ്ധം ഒഴിവാക്കുവാനുള്ള വഴികളാണ് നാം ആലോചിക്കേണ്ടത്. യുദ്ധമുണ്ടായാൽ അർജുനൻ പറയുന്നത് പോലെ സർവനാശകമായിരിക്കും ഫലം. കർണന്റെ വാക്കുകൾ നിനക്ക് ഗുണം ചെയ്യില്ല. കുടിലബുദ്ധിയായ ശകുനിയുടെ ഉപദേശങ്ങൾ നിന്നെ നാശത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. ഭീഷ്മപിതാമഹൻ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി.